ഹായ് അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ തന്നെ നമ്മളോട് ഉണ്ടാക്കിക്കണ ഉപ്പുമാവാണ് കേട്ടോ. അപ്പോൾ ഈ ഉപ്പുമാവിൻ്റെ മേലെ ഞാനിങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തിന്നാണ്. അപ്പം ഇങ്ങനെ തിന്നാത്തവരുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉപ്പുമാവിൻ്റെ മേലെ ഇങ്ങനെ പച്ച തേങ്ങ ഇങ്ങനെ ചിരയിട്ടിട്ട് ഇങ്ങനെ ഒന്ന് തിന്ന് നോക്കിട്ടോ, നല്ല രസമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയും ഇടും, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ തന്നെ ആ റവ ഇട്ട് കൊടുക്കൂലേ, അതിൻ്റെ കൂട്ടത്തിൽ അങ്ങനെ ഇട്ട് കൊടുക്കും കേട്ടോ തേങ്ങ. ഇന്നിപ്പോൾ ഞാനിതാ ഇങ്ങനെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ തേങ്ങ ഉപ്പുമാവിൻ്റെ മേലെ ഇങ്ങനെ തേങ്ങ ഇട്ട് തിന്നണത്. അപ്പോൾ ഇന്നിപ്പോൾ രാവിലത്തെ ചായ ഒന്ന് ഞങ്ങൾ കുടിക്കട്ടെ. പിന്നെ ഞങ്ങൾക്ക് ഇന്ന് കോടതി പോകാണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കോടതിയിലേക്കൊക്കെ ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഞാനും ഉമ്മയും കൂടിയാണ് കേട്ടോ അവിടെ നിന്ന് പോണത്. എനിക്ക് കഴിഞ്ഞ മാസം ഉണ്ടായിരുന്നു കേട്ടോ കോടതി. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയാണ് മണ്ണാർക്കാട് കോടതിയിൽ തന്നെയാണ് കേസുള്ളത് കേട്ടോ. അപ്പോൾ അത് ഞാനും ഉമ്മയും കൂടി ഇങ്ങനെ പോകാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അവിടെ കുട്ടികൾ ഇരുന്ന് കളിക്കണം കേട്ടോ. റിച്ചും അവൻ്റെ തുണക്കാരൻ സച്ചും തുണക്കാരന്മാരൊക്കെ അങ്ങനെ ഇരുന്ന് അവിടെ കളിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ അതുപോലെ ഇവിടെ നിന്ന് നീച്ച് തരികയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ. നല്ല ചൂടുണ്ട് ഇന്നത്തെ ദിവസം, കണ്ടില്ല, നല്ല വെയിലാണ്. അപ്പോൾ ഞങ്ങളിത് ഏതായാലും ഇവിടെ നിന്ന് തന്നെ ഒരു ഓട്ടോറിക്ഷക്കാണ് പോകാൻ വിചാരിച്ച് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഞങ്ങളെ പരിചയത്തിലുള്ള ഒരു ഓട്ടോറിക്ഷ അവിടെ നിർത്തിക്കണം കേട്ടോ. അപ്പോൾ ഇന്ന് ഇനി ഏതായാലും ആ ഓട്ടോറിക്ഷയിൽ തന്നെ പോകാൻ വിചാരിച്ചിട്ട് ഞങ്ങളിത് എന്നാ കയറട്ടെ കേട്ടോ ഇതിൽ. അങ്ങനെ തന്നെ ഞങ്ങൾ കോടതിയിലൊക്കെ എത്തിക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ കുറച്ച് നേരം ഇരുന്ന് ഇന്ന ആദ്യം ഒന്ന് വിളിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇന്നെ അങ്ങനെ വിളിച്ചു. പിന്നെ അടുത്ത ഡേറ്റ് കിട്ടി. ഇനിയിപ്പോൾ ഈ മാസം 28-നാണ് കേട്ടോ നമുക്ക് മണ്ണാർക്കാട് കേസുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് ഒറ്റപ്പാലുണ്ട്, 10-ാം തീയതി ഒറ്റപ്പാലത്ത് കേസുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതൊരു 8 വർഷമൊക്കെ ആയിട്ടോ ഈ കേസ് കൊടുത്തിട്ട്. അപ്പോൾ അത് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ സ്വർണ്ണമൊക്കെ അയാളെ കയ്യിലാണ് കേട്ടോ. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. അപ്പോൾ ഞാനിവിടെ കൊടുത്തതിൻ്റെ ഒപ്പം ഞാൻ ഒറ്റപ്പാലം കുടുംബ കോടതിയിൽ ഞാൻ കൊടുത്തിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഓരോ ഡേറ്റിന് വിളിക്കും നമ്മൾ ചെല്ലുക. അല്ലാതെ ഇതിൻ്റെ വിധിയൊന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ 8 വർഷമായിപ്പോൾ അത് കേസുകൊണ്ട് ഇങ്ങനെ പോകണം. പിന്നെ ഇപ്പോൾ എന്നെ കെട്ടിച്ചിക്കണേ ഞങ്ങളുടെ ഇതിൻ്റെ മുന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, എന്നെ കെട്ടിച്ചിക്കണേ ഞങ്ങൾ ഇരിക്കണ വീട് വിറ്റിട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ ആ മുതൽ നമുക്ക് എന്തായാലും കിട്ടണമല്ലോ. കാരണം നമ്മൾ ഇരിക്കണ വീടില്ലാതെയാണ് ഇപ്പോൾ അയാളെ കയ്യിലാണ് ഇപ്പോൾ 40 പവൻ സ്വർണ്ണം ഇരിക്കണത്. നമ്മളിരിക്കണ വീട് വിറ്റിട്ടാണ് എൻ്റെ അപ്പം എനിക്ക് 40 പവൻ സ്വർണ്ണം തന്നിക്കണത്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ കേസുമായിട്ട് മുന്നോട്ട് പോയാലല്ലേ ഉള്ളൂ പറ്റുക. എന്തായാലും വേണ്ടില്ല, അത് നമുക്ക് കിട്ടുക തന്നെ വേണമല്ലോ. ഇൻഷാ അല്ലാഹ് അത് കിട്ടുന്ന തന്നെയാണ് കേട്ടോ ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതാ ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല പച്ചക്കറി വാങ്ങിയിട്ടോ. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. പച്ചക്കറി ഞാനും മീൻ കൂടി പോയിട്ട് പച്ചക്കറിയൊക്കെ വാങ്ങി. പിന്നെ ഞങ്ങളെ പരിചയത്തിലുള്ള ഒരാളെ ഓട്ടോറിക്ഷയിൽ തന്നെ കേട്ടോ ഞങ്ങളിത് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഞങ്ങളത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ തൻവിധ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാ ചോറും അതിലേക്ക് നല്ല പയറും വാഴക്കയും കൂടി ഉപ്പേരി വെച്ചതുണ്ട്. പിന്നെ മീനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെ ചോറൊക്കെ തിന്നു. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു. പിന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് എൻ്റെ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുക. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ എനിക്ക് ഇനി ഇതുപോലത്തെ നല്ല നല്ല വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റുക. അപ്പോൾ എല്ലാവരും ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ മറക്കാൻ തന്നെ ലൈക്കും ഷെയറൊക്കെ ചെയ്യണ്ട. നമുക്കിന്ന് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.